ശങ്കരനാരായണന് നേർക്ക് പ്രസാദ് ആന കൊമ്പ് കുലുക്കിക്കൊണ്ട് പാഞ്ഞെടുത്തതും ഇങ്ങോട്ട് എടുത്തോടാവനെ എന്ന് കോട്ടായി പറഞ്ഞതും ഒന്നിച്ചായിരുന്നു. ആ ഉത്തരവ് ഇറങ്ങേണ്ട താമസം ശങ്കരനാരായണൻ സാജ് പ്രസാദുമായി കൊമ്പ് കോർത്തു. പരസ്പരം കൊമ്പുകൾ കൊരുത്ത് ഇരുവരുടെയും ബലാബലം മാറ്റുരയ്ക്കുന്ന തീ പാറിയ നിമിഷങ്ങൾ കടന്നു പോകവേ ശങ്കരനാരായണൻ പ്രസാദിനെ ഉടക്കി മറിച്ച് കീഴ്പ്പെടുത്തുന്നു. വെട്ടിയിട്ട പോലെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മറിയുന്നതിനിടെ അത്രയും സമയം പ്രസാദിന്റെ പുറത്ത് ജീവനും വാരി പിടിച്ചിരുന്നവർ കിട്ടിയ ജീവനും കൊണ്ട് ചാടി ഓടി രക്ഷപ്പെടുന്നു. പാപ്പാൻ പറഞ്ഞാൽ, വിശേഷിച്ചു ഒന്നാമനായ കോട്ടായി രാജു പറഞ്ഞാൽ ഏത് ഏടാകുളത്തിലേക്ക് എടുത്തു ചാടാനും മടിയില്ലാത്ത ചങ്കുറപ്പിന്റെ ആനരൂപമായിരുന്നു ശങ്കരനാരായണൻ.